അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്നയിടം തേടുകയാണോ? ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ചേരുന്ന ആനമല ഹോം സ്റ്റേസിലേക്ക് സ്വാഗതം. തനത് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കേന്ദ്രവും ഇവിടെ സന്ദർശിക്കാം. പ്രകൃതിയോടിണങ്ങി മനസ്സ് നിറഞ്ഞ് ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9035290919. കൊണ്ടാഴി വീട്ടിക്കുന്ന് ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ നവീകരണ പുനഃപ്രതിഷ്ഠ ചടങ്ങുകളുടെ നോട്ടീസ് പ്രകാശനം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. മെയ് മാസത്തിലാണ് പ്രധാന ചടങ്ങുകൾ നടക്കുന്നത്. കൊണ്ടാഴി വീട്ടിക്കുന്ന് ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ നവീകരണ പുനഃപ്രതിഷ്ഠ ചടങ്ങുകളുടെ നോട്ടീസ് പ്രകാശനം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. ക്ഷേത്രത്തിൽ നടന്ന പ്രത്യേക പൂജകൾക്ക് ശേഷം ക്ഷേത്ര സമിതി സെക്രട്ടറി KS സുരേന്ദ്രൻ, പ്രസിഡന്റ് KM മിഥുന നോട്ടീസ് കൈമാറിയാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത്. 100-ലധികം വർഷം പഴക്കമുള്ള ക്ഷേത്രം ഏറെ ജീർണാവസ്ഥയിലായതിനെ തുടർന്നാണ് വാസ്തുശാസ്ത്ര വിധി പ്രകാരം പുനർനിർമ്മാണം ആരംഭിച്ചത്. മെയ് 26-27 തീയതികളിലായി ക്ഷേത്രം തന്ത്രി മുണ്ടനാട്ടുമന പ്രമോദ് നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നത്. വീട്ടിക്കുന്ന് ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്ര ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചടങ്ങുകളിൽ നിരവധി ഭാരവാഹികളും ഭക്തജനങ്ങളും പങ്കെടുത്തു. ചടങ്ങുകളുടെ വിജയത്തിനായി വിപുലമായ ഒരുക്കങ്ങളാണ് പ്രദേശത്ത് നടന്നുവരുന്നത്. പ്രിയമുള്ള ഭക്തജനങ്ങളെ, ഈ വരുന്ന മെയ് മാസം 27-ാം തീയതി വീട്ടിക്കുന്ന് ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൻ്റെ നവീകരണ കലശവും പുനഃപ്രതിഷ്ഠാ മഹോത്സവവും മുണ്ടനാട്ടുമന ശ്രീ പ്രമോദ് തന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കപ്പെടുകയാണ്. നൂറ്റാണ്ടുകൾക്ക് പഴക്കമുള്ള ഈ ക്ഷേത്രം ഒരു വർഷത്തിന് മുമ്പായി പെരിങ്ങോട് ശ്രീ രാജേഷ് പണിക്കരുടെ നേതൃത്വത്തിൽ അഷ്ടമംഗല്യ പ്രശ്നം വയ്ക്കുകയും അതിൻ്റെ ശോചനീയാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഈ ക്ഷേത്രം പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് തീരുമാനിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് 2 ദിവസം ഈ വരുന്ന 26-27 തീയതികളിലായി ഇതിൻ്റെ മഹോത്സവ പരിപാടികൾ നടത്തപ്പെടുകയാണ്. അതിൽ 26-ാം തീയതി, മെയ് മാസം 26-ാം തീയതി നമ്മുടെ പാറമേൽപ്പടി പാറക്കടവ് ഗണപതി ക്ഷേത്രത്തിൽ നിന്നും ബാലികമാരുടെ താലമേന്തിയ ബാലികമാരുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടുകൂടി 5 മണിക്ക് പാറമേൽപ്പടി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് നമ്മുടെ വീട്ടിക്കുന്നിൽ എത്തിച്ചേരുന്നു. അതിനുശേഷം ആചാര്യവരണം, മറ്റുള്ള പൂജാ പരിപാടികൾ നടത്തപ്പെടുകയാണ്. പിറ്റേ ദിവസം രാവിലെ ഗണപതി ഹോമത്തോടു കൂടി നടത്തുന്ന പരിപാടി നമ്മുടെ ഈ നല്ല ശുഭമുഹൂർത്തത്തിൽ പ്രതിഷ്ഠാ പരിപാടികൾ നടത്തപ്പെടുന്നു. അതിന് ശേഷം അന്നദാനം നടത്തപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ 2 ദിവസം, നമ്മുടെ ഈ പരിപാടിയുടെ 2 ദിവസം 26-27 തീയതികളിലായി നടത്തപ്പെടുന്ന ഈ 2 ദിവസത്തെ പരിപാടികളിൽ എല്ലാവരുടെയും സഹായ സഹകരണവും സാന്നിധ്യവും ഉണ്ടാവണമെന്ന് ക്ഷേത്ര സമിതിക്ക് വേണ്ടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ന്യൂസ് ഡെസ്ക് CCV.